ഞാൻ പൊക്കോട്ടെ, ഞാൻ ചെയ്തോട്ടെ, ഞാൻ പഠിച്ചോട്ടെ. ഇതൊക്കെ നമ്മൾ എങ്ങനെയാ ചോദിക്കുക? വീഡിയോ അവസാനം വരെ കാണണേ. ഇങ്ങനെ പൊക്കോട്ടെ, ചെയ്തോട്ടെ, ഞാൻ വന്നോട്ടെ, ഇതൊക്കെ ചോദിക്കുന്നത് എന്താണ്? അനുവാദമാണല്ലേ, പെർമിഷനാണ്. അപ്പോൾ പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് മേ എന്ന വാക്കാണ് അല്ലേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ, മേ ഐ ഡു, ഞാൻ ചെയ്തോട്ടെ. മേ ഐ ഗോ, ഞാൻ പൊക്കോട്ടെ. മേ ഐ സ്റ്റഡി, ഞാൻ പഠിച്ചോട്ടെ. നമുക്കിങ്ങനെ ചോദിക്കേണ്ട ഏതൊരു കാര്യവും മേ വെച്ചിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും. ഇങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞാലോ. നമ്മൾ അനുവാദത്തിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുക മേ ആണ്. മേ കഴിഞ്ഞിട്ട് ഐ ഇടുക, ഐ കഴിഞ്ഞിട്ട് നമ്മുടെ സബ്ജക്റ്റ് ഇടുക. മേ ഐ ഡു, മേ ഐ സ്ലീപ്, മേ ഐ സ്റ്റഡി, മേ ഐ കം എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ മേ ഐ കം, ഞാൻ വന്നോട്ടെ. അതുപോലെ ഞാൻ പുറത്ത് പോയിക്കോട്ടെ എങ്ങനെ ചോദിക്കും? മേ ഐ ഗോ ഔട്ട്. അതുപോലെ തന്നെ മേ ഐ സേ, ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പഠിച്ചു. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യം നമുക്ക് ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും ഒക്കെ പറയാൻ പറ്റിയൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ലെവലിലേക്ക് ആക്കിയിട്ട് അത് മാറ്റി നോക്കിയാലോ. വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല. നമ്മൾ ഈ മേ വെച്ച് കൊടുത്ത് നമുക്ക് എന്ത് വെക്കാം? കുഡ് വെക്കാം. കുഡ് ഐ കം, ഞാൻ വന്നോട്ടെ. കുഡ് ഐ സ്ലീപ്, ഞാൻ ഉറങ്ങിക്കോട്ടെ. കുഡ് ഐ സ്റ്റഡി, ഞാൻ പഠിച്ചോട്ടെ. കുഡ് ഐ ഗോ ഔട്ട്, ഞാൻ പുറത്ത് പോയിക്കോട്ടെ. അതുപോലെ നമുക്ക് എന്തൊക്കെ പറയാം? കുഡ് വെച്ചിട്ട് ഈ മേ വെച്ച് നമ്മൾ പറയുന്ന എല്ലാ സെൻറ്റൻസും നമുക്ക് അതേ മീനിങ് വരുന്നത് തന്നെയാണ് ഈ കുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുഡ് വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം പറയാം. കുഡ് ഐ ഈറ്റ് പറയാം. കുഡ് ഐ ഈറ്റ്, ഞാൻ കഴിച്ചോട്ടെ. കുഡ് ഐ എൻറ്റർ ദ റൂം, ഞാൻ റൂമിലേക്ക് കടന്നോട്ടെ. കുഡ് ഐ സീ ഹിം, ഞാൻ അവനെ കണ്ടോട്ടെ. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ മേ വെച്ചിട്ട് പറയുന്ന അതേ മീനിങ്സ് വരുന്ന ഒരു വാക്കാണ് കുഡ് എന്നുള്ളത്. അപ്പോൾ ഈ കുഡ് വെച്ചിട്ടും നമുക്ക് ഇതേ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ 2 കാര്യങ്ങളാണ് പഠിച്ചത്. ഒരേ മീനിങ് വരുന്ന 2 വാക്കുകൾ അല്ലേ. മേ എന്ന് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കുഡ് വെച്ചിട്ട് യൂസ് ചെയ്യാം. നമ്മൾ മേ എപ്പോഴും നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അല്ലേ. മേ ഐ കോൾ, മേ ഐ സ്റ്റഡി, മേ ഐ സ്ലീപ്പ് എന്നൊക്കെ. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ചേഞ്ച് ആക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും കുഡ് ഐ സ്ലീപ്പ്, കുഡ് ഐ കം, കുഡ് ഐ ഗോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.